ഇപ്പോൾ രാവിലെ ഒരു പണിക്ക് പോയാൽ പണി കഴിഞ്ഞ് കയറി വരിക നേരെ എന്താ അവിടെ ഉള്ളത്? പൊറാട്ടുണ്ട്, പിന്നെ എന്താണ് പുട്ടുണ്ട്, പിന്നെ എന്താ ഉള്ളത്? വഴിക്ക് എന്താ ഉള്ളത്? അയില മുളുട്ടുണ്ട്. എന്നാ ആയിക്കോട്ടെ, അയില മുളുട്ടത് മനസ്സിലാക്കണം കേട്ടോ. അയില മുളുട്ടതും പിന്നെ പൊറാട്ടയും കഴിക്കും. പിന്നെ അതിലേക്ക് എന്താ ഇനി ഒരു ചായ, ചിലർക്ക് 2 ചായ. ഏത് ചായ? പാൽ ചായ. ഓൻ്റെ തടി നശിച്ചു. ഗൾഫാണോ? ഗൾഫ് 2 റിയാൽ കൊടുത്താൽ 1-ാം നമ്പർ തൈര് കിട്ടും. നേരെ പീടി പോയിട്ട് എന്ത് കൊണ്ടുവരും? മീൻ കൊണ്ടുവരും. മീൻ കുബൂസും മീനും. അതിക്ക് എന്തുണ്ട് ഒഴിക്കും? എൻ്റെ കഥ കഴിഞ്ഞു. വെള്ളുള്ളി രാത്രി കഴിക്കരുത്, തൈര് രാത്രി കഴിക്കരുത്. തൈര് നല്ലല്ലേ? ആണ്. എപ്പോൾ? മീൻ ബിരിയാണി തൈര് നിറച്ച് ഇത് ഇസ്രാഫാണ്. ഇനി കുറച്ചാണെങ്കിലും ഇസ്രാഫാണ്. മനസ്സിലായില്ല? 1/2 പ്ലേറ്റേ തിന്നുള്ളൂ. എന്ത് പറയട കുട്ടി? 1/2 പ്ലേറ്റേ തിന്നുള്ളൂ. മീൻ ബിരിയാണി 1/2 പ്ലേറ്റേ തിന്നുള്ളൂ. പക്ഷേ അതിൽ എന്തുണ്ട്? തൈരുണ്ട്. അത് ഇസ്രാഫായി. ചങ്ങായിമാരെല്ലാവരും കൂടുതൽ 10 മണിക്ക് എന്നിട്ട് അവിടെ ഓർഡർ ചെയ്യണം. ഓർഡർ ചെയ്യാന്നുള്ളത് ഒന്നുമില്ല. അവിടെ ഉണ്ടാക്കി വെച്ച സാധനം ഒന്ന് ചൂടാക്കി തരാനപ്പോൾ ഒരു ഉള്ളൂ. പക്ഷെ അവിടെ ഒരു 1/2-3/4 മണിക്കൂർ കഴിയാതെ തന്നാൽ അവർക്ക് പരസ്യം കുറയും. തരുന്നില്ല. രാത്രി ഭക്ഷണം എപ്പോഴാണ്? അൽ അശാഉ ഖബ്ലൽ ഇശാഇ. അൽ അശാഉ ഖബ്ലൽ ഇശാഇ. ഇശാഇന്റെ മുമ്പാണ് രാത്രി ഭക്ഷണം. അശാഇ രാത്രി ഭക്ഷണം, ഇശ നിസ്കാരം. അൽ അശാഉ ഖബ്ലൽ ഇശാഇ ഇതൊരു പ്രമാണമാണ്. പീരിയഡ്സ് ഡിസോർഡർ ആവാനുള്ള കാരണം എന്താ? വന്നാൽ നിൽക്കൂല, മര്യാദയ്ക്ക് വരൂല. വന്നാൽ നിൽക്കൂല. ഒരു സാധാരണ പെണ്ണിനുണ്ടാകേണ്ട പീരിയഡ്സിന്റെ ടൈം 5-6. എന്നാൽ ഇന്ന് 10, 12, 13 ഒക്കെ സർവ്വസാധാരണ പീരിയഡ്സ്. തഖ്ലീലുൽ ളററി ഖൈറും മിൻ ഇക്സാരിൽ ഖൈരി. ഗുണമുള്ളതിനെ പെരുപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഉപദ്രവത്തെ കുറക്കലാണ്. ഒരു പ്രമാണാണ്, ഒരു പ്രമാണം. എന്ത് ഗുണമുള്ളതിനെ പെരുപ്പിക്കലല്ല ഗുണം, ഉപദ്രവിയെ ചുരുക്കലാണ്. ഉദാഹരണം പറയാം. ഇപ്പം നമ്മുടെ നാട്ടിൽ പുതിയ രീതിയാണ്. എന്തെന്നറിയോ? പിന്നെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ പുതിയ രീതിയാണ്, പൈസക്കാർക്കൊക്കെ അടിയുള്ള പുതിയ രീതിയാണ്. എന്തെന്നറിയോ? മറ്റേ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കും. അതായത് തോന്നിയത്ര അണ്ടിപ്പരിപ്പ്, തോന്നിയത്ര ബദാം, കാരക്ക, ബദാം, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, പിന്നെ പറഞ്ഞോടി, പിന്നെ പിസ്ത, ആപ്രിക്കോട്ട് ഒക്കെ തിന്ന് പാണ്ട എന്നിട്ട് പറയും ചെയ്യും, ഞാൻ ചോറ് ഒഴിവാക്കി. വിട്ടി എന്തേ കാട്ടിയ? ഇത് ഖൈറുള്ളതെന്ന് പെരുപ്പിച്ചു. അത് കഴിഞ്ഞു, എൻ്റെ അവസ്ഥ കഴിഞ്ഞു, എൻ്റെ നാടിൻ്റെ അവസ്ഥ കഴിഞ്ഞു. ത്രിദോഷങ്ങളെ നിയന്ത്രിക്കാൻ നിനക്ക് കഴിഞ്ഞില്ല. പുണ്യ റസൂല് ഏറി വന്നാൽ 7 റുത്തബ കഴിക്കുക. അതുമ്മത്തന്നെ എന്ത് കൂട്ടും? കക്കരി കൂട്ടും. കക്കരി തണുപ്പുണ്ട്, റുത്തബിൽ ചൂടുണ്ട്. അപ്പൊ ഇതിന്റെ ചൂടിനെ ഇത് തടയും, ഇതിന്റെ തണുപ്പ് തടയും. അപ്പോൾ സന്തുലിതപ്പെടും ബോഡി. ഇതെന്നാ പറയണത്? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഈ 1400 കൊല്ലം മുമ്പാണ് ഇത് വാഗ്ബഡർ എഴുതുന്നത്. അവർക്ക് ആയുധമൊന്നുമില്ല ഇത് മനസ്സിലാക്കാൻ, പക്ഷെ അവർക്ക് ദൈവിക സിദ്ധിയാണ്. എൻ്റെ മുന്നിൽ 100 വട്ടം ആയുധം എന്തുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള മിഷനറീസ് എനിക്കുണ്ട്. പക്ഷെ നിനക്ക് അന്തല്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാ? നല്ലതാണെങ്കിൽ തിന്നാനുള്ള, അല്ല നല്ലതൊക്കെ തിന്നാള. നെയ്യ് നല്ലതാ, എന്നാ തിന്നോളൂ. തേങ്ങ നല്ലതാ, എന്നാ തിന്നോ. അതിനളവില്ലേ? അതും അതിൻ്റെ നിയന്ത്രിക്കാൻ പറ്റിയ ഒരു സമയമില്ലേ? സമയം. വെള്ളുള്ളി രാത്രി കഴിക്കരുത്, തൈര് രാത്രി കഴിക്കരുത്. തൈര് നല്ലതല്ലേ? ആണ്. എപ്പോൾ? ബിറ്റ്വീൻ 11 o'clock to 2 PM. അതായത് 11 AM to 2 PM. ഈ 3 മണിക്കൂറിനിടയിലാണ് എന്ത് കഴിക്കേണ്ടത്? തൈര്. അത് വലിയ കരുത്തിൻ്റെ ആരോഗ്യത്തിനുണ്ടാക്കും. മനസ്സിലായില്ലേ? നിനക്ക് ഭയങ്കര കരുത്തുണ്ടാക്കും, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. ഇതേ സാധനം വൈകുന്നേരം കഴിച്ചാൽ കുറയുന്നു മാത്രമല്ല, ആരോഗ്യം, കഫം കൂടും. കഫം കൂടിയാൽ ത്രിദോഷങ്ങളുടെ സമാനത നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. വെള്ളുള്ളി പകൽ കഴിക്കണം. എപ്പോൾ കഴിക്കരുത്? രാത്രി.
ഉള്ളിയൊക്കെ എന്തും അതൊക്കെ രാത്രി അതിൻ്റെ സമയമല്ല. രാത്രി അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ സമയമല്ല. നമ്മളെ പ്രധാനപ്പെട്ട സമയം എന്താണ്? രാത്രി. അപ്പം എൻ്റെ ഒരു മോളെ നിക്കാഹ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. കേൾക്കി ഈ 2 ആഴ്ചക്കിടയിൽ ആ കുട്ടിയെ ഒറ്റയ്ക്ക് കിട്ടുമ്പോഴൊക്കെ ഞാൻ ഉപദേശ കാര്യം എന്താണെന്നറിയോ? കൂടുതൽ ഭക്ഷണം കഴിക്കരുത് കേട്ടോ, കൂടുതൽ ഭക്ഷണം കഴിക്കരുത്, സൽക്കാരം ഉണ്ടാവും, ഭക്ഷണം കഴിക്കരുത്, കൂടുതൽ ഭക്ഷണം കഴിക്കരുത് കേട്ടോ എന്ന്. ഇപ്പം വാപ്പ പറയേണ്ടത് സൽക്കാരം അടിച്ച് തിന്നോന്നല്ലേ പറയേണ്ടത്. ഞാനും ഇവിടെ ഇരിക്കണ എൻ്റെ ഇരിക്കണ മകനും കൂടി ഒരു കല്യാണത്തിന് പോയി. അപ്പോൾ ആട്ടിറച്ചി ബിരിയാണിയാണ്. ഇവനെ റൈസ് ഇങ്ങോട്ട് വലിച്ച് പിന്നെ പാത്രത്തിൽ ഇട്ടിട്ട് തിന്നലേ. അപ്പം ഞാനീ പറഞ്ഞടാ വെട്ടിയേ, 45 ഉറുപ്പ്യൻ്റെ സാധനമല്ലടാ ജായിലെ പാത്രം നിറച്ചിടേണ്ടത്. ഈ 2 കഷ്ണം ആട്ടിറച്ചി തിന്നണീറ്റൊക്കെ നിൻ്റെ തടിക്കുള്ള ആരോഗ്യം എത്ര ഉണ്ടാവും? മനസ്സിലായില്ല? ഞാൻ അയാൾ ഏതായാലോ ആട്ട് ബിരിയാണി ഉണ്ടാക്കിയതാ. ഇത് 48 ഉറുപ്പ്യൻ്റെ സാധനമാണ്, പാത്രത്തിൽ ഇട്ടിട്ട് ആ റൈസ് കഴിക്കണ്ട. ഇത് 2 കഷ്ണം ആട്ടിറച്ചി വെച്ചാൽ മതി, അതെൻ്റെ ബോഡിക്ക് കരുത്തുണ്ടാക്കും. അയിമന്ന് ഉള്ളിടാൻ ശേഷം ചോറും കഴിച്ചു. മനുഷ്യന് അന്തം വേണം. ഇന്ന് പള്ളം നടക്കാന്നാണ് എല്ലാവർക്കും. എന്തുകൊണ്ട് എന്നൊരു ചിന്ത മനുഷ്യന്മാർക്ക് ഇല്ല. ഇപ്പം ഇവിടെ റസൂൽ പറയുകയും ചെയ്യും, അതായത് റുത്തബിലേക്ക് കക്കരി കൂട്ടുമ്പോൾ നബി എന്ത് പറയും? ഇതിന്റെ ചൂടിനെ നിയന്ത്രിക്കും, ബർദുഹാദ ഇതിന്റെ തണുപ്പ്. ഒന്ന് ഭയങ്കര ചൂടാണ്, ഒന്ന് ശേഷം തണുപ്പാണ്. ഇത് രണ്ടിൻ്റെയും ഈ കിസ്സാവ് മാത്രം കഴിക്കുക അത് നല്ലതല്ല, തണുപ്പ് കൂട്ടും. ത്രിദോഷങ്ങളുടെ സമാനത നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? നിങ്ങളൊരു കാര്യം ചെയ്തോളി, വളരെ ശ്രദ്ധിക്കണം. ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം. ഈ ലോകത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കാത്തൊരൊറ്റ കാര്യം തീറ്റയാണ്. തിന്നിട്ടില്ലെങ്കിൽ ഈ ലോകത്ത് ഒന്നും വരാനില്ല, തിന്നാലേ വരാനുള്ളൂ. നിങ്ങൾ തിന്നാൻ നോക്കണേ, ജീവിതം സന്തോഷമായിരിക്കും. ഞാൻ അങ്ങനെ ഉണ്ട്. ഒറ്റ നേരം ഭക്ഷണം കഴിച്ച് ദിവസങ്ങൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഒറ്റ നേരം ഭക്ഷണം കഴിക്കും. എപ്പോൾ? ഉച്ചഭക്ഷണ സമയമാണ്, ഹീറത്തിലാണ്. പിന്നെ രാത്രി ഭക്ഷണം കഴിക്കൂല. ഇനി എന്തെങ്കിലും അപ്പോൾ പിന്നെ അത്താൻ കേൾക്കേണ്ടത് 1, 2, 3 കാരക്കയോ കക്കരിയോ ഒത്തക്ക കഷ്ണോ കൂട്ടി കഴിച്ചോ. വൈകുന്നേരം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോ. അത് പ്രധാന ഭക്ഷണമല്ല, എൻ്റെ വയറ്റേക്ക് മൂലക്കൊക്കില്ല. എന്നാൽ പിന്നെ എന്തില്ല? മനസ്സിലായില്ല. രാത്രി ഭക്ഷണം പൂർണ്ണമായി ഉപേക്ഷിച്ചാൽ വാർദ്ധക്യം പെട്ടെന്ന് വരും എന്നൊരഭിപ്രായം പണ്ഡിതന്മാർക്കുണ്ട്. മനസ്സിലായി? പൂർണ്ണമായി എന്തൊഴിവാക്കുക? ഭക്ഷണം രാത്രി ഒഴിവാക്കിയാൽ വാർദ്ധക്യം എളുപ്പത്തിൽ വരുമെന്ന് അഭിപ്രായമുണ്ട്. പക്ഷേ ഈ രാത്രി ഭക്ഷണം എപ്പോഴാണ്? അൽ അശാഉ ഖബലൽ ഇശാഇ, അൽ അശാഉ ഖബലൽ ഇശാഇ. ഇശാഇൻ്റെ മുമ്പാണ് രാത്രി ഭക്ഷണം. അശാഇ രാത്രി ഭക്ഷണം, ഇശ നിസ്കാരം. അൽ അശാഉ ഖബലൽ ഇശാഇ ഇതൊരു പ്രമാണമാണ്. അൽ അശാഉ ഖബലൽ ഇശാഇ, അൽ അശാഉ രാത്രി ഭക്ഷണം കഴിക്കുക, ഖബലൽ ഇശാഇ ഇശാന് മുമ്പ്. ഞാൻ എത്രയോ നോർത്ത് ഇന്ത്യയിലെ ചില സൂഫികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് അവരെ വീട്ടിലേക്ക് പോകും, ഭക്ഷണം കഴിക്കാൻ പോണത്. പിന്നെ അവർ നടന്നു വരും. എന്ത്? ഇശ നിസ്കാരത്തിന്. ഞങ്ങളെ പ്രൊഫസർമാർ നല്ല സൂഫികളുണ്ടായിരുന്നു. അവർ മഗ്‌രിബ് നിസ്കാരം അതിൻ്റെ ഔറാദും കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകും. പിന്നെ ഇശ നിസ്കാരത്തിന് വരും. മനസ്സിലായ? അൽ മഷിയു ബഅദൽ അശാ. രാത്രി ഭക്ഷണം കഴിച്ചാൽ എന്ത് ചെയ്യണം? നടക്കണം. മനസ്സിലായില്ല? രാത്രി ഭക്ഷണം കഴിച്ചാൽ എന്ത് ചെയ്യണം? രാത്രി ഭക്ഷണം കഴിച്ചു, നടന്നു. ഇന്നിപ്പോൾ നമ്മൾ കഴിക്കുന്ന ഏറ്റവും, മനസ്സിലായില്ല,
ഇന്നിപ്പോൾ 12, 11, 12 മണിക്ക് നേരെയാണ് പോവുക. ഇനി ഞങ്ങൾ ചങ്ങായിമാർ കൂടി ഫുഡാണ്. ചങ്ങായിമാരെല്ലാവരും കൂടി 10 മണിക്ക് എന്നിട്ട് അവിടെ ഓർഡർ ചെയ്യണം. ഓർഡർ ചെയ്യാന്നുള്ളത് ഒന്നുമില്ല, അവിടെ ഉണ്ടാക്കി വെച്ച സാധനം ഒന്ന് ചൂടാക്കി തരാനേ ഇപ്പോൾ ഒരു ഉള്ളൂ. പക്ഷെ അവിടെ ഒരു 1/2-3 മണിക്കൂർ കഴിയാതെ തന്നാൽ അവർക്ക് പരസ്യം കുറയും, തരുന്നില്ല. അവരിപ്പോൾ എന്താ ചെയ്തത്? അവർ രാവിലെ ചുട്ട പൊറാട്ട ഒന്ന് പറയണ ചൂടാക്കി, അത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണ്ട് ചൂടാക്കിയ ഫ്രഷ് പൊറോട്ട വരണ്ടോ, പുറത്ത് പറയണ്ട. അല്ലെങ്കിൽ അതേപോലെ തന്നെ എന്താ പറയുക, ഈ മറ്റേ പുട്ടിൻ്റെ കുറ്റിയിലേക്ക് ഇന്നലെ ഉണ്ടാക്കിയ പൊറോട്ടയാണെങ്കിലും പുട്ടിൻ്റെ കുറ്റി നല്ല ഒന്ന് പൊറോട്ട ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 2 കുത്തിന് ശേഷം ഇതിലേക്ക് ആണ് നിറക്കുക. പുട്ടും കുറ്റിയിലേക്ക് ഒരു 3-4 പൊറോട്ട, 4-5 വലിയ കുറ്റിക്കനുസരിച്ച് പൊറോട്ട നിറച്ച് അവിടെ ദമ്മിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞെടുത്താൽ എന്ത് ഫ്രഷ് പൊറോട്ട. അപ്പം 2 മിനിറ്റേ ഇപ്പോൾ ഈ സാധനത്തിനൊക്കെ ഉള്ളൂ. ഇത് ആട്ടിറച്ചി ഇപ്പം എനിക്ക് വേണ്ടി ഓരോ കാട്ടിൽ കണ്ടാൽ തോന്നും ഇച്ച് വന്നിരുന്നിട്ടാണ് അവർ അങ്ങാടിക്ക് ആട്ടിറച്ചി വാങ്ങാൻ പോയത്. അങ്ങനെയാണ്. സാധനമൊക്കെ അവിടെ തന്നെ ഉണ്ട്, പക്ഷെ തരൂല. തന്നവർക്ക് മാർക്കറ്റില്ല, ഇവിടെ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. അതിൻ്റെ ഇടയ്ക്ക് അവർ എന്ത് ചെയ്യുന്നറിയാൻ എനിക്ക് വല്ല സൂപ്പ് വാങ്ങി. സൂപ്പ് എന്താ കൊണ്ടുവരുന്നത്? സൂപ്പ്. പിന്നെ ഇതെല്ലാം ഇത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിച്ച്. അപ്പോൾ പിന്നെ 12 മണി, പിന്നെ അവിടെ പല്ല് കുത്തിയാണ് 12 മണി. പിന്നെ നേരെ മോട്ടോർ സൈക്കിൾ കരിപ്പേര് വന്നിറങ്ങി കിടന്നു. ഓൻ എത്ര കരികരുത്ത മല്ലനാണെങ്കിലും 1 കൊല്ലം 2 കൊല്ലം കൊണ്ട് അവൻ്റെ കഥ കഴിയും. അവൻ്റെ ഓർഗൻസ് മുഴുവനും നശിച്ചു. ബുദ്ധി കുറയൽ മാത്രമല്ല കുട്ടിയെ, ബുദ്ധിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. വയറ് ടൈറ്റായ ബുദ്ധി കുറയും, വയറ് കഴിയാൻ ബുദ്ധി കൂടും. വയറ് ടൈറ്റായ ഒരു മനുഷ്യനും ബുദ്ധി ഉണ്ടാവില്ല. വയറ് ടൈറ്റായ ബുദ്ധി. മലപ്പുറത്തും കോഴിക്കോടും മാപ്പിള നാട്ടിലും ഇപ്പോൾ എന്തില്ല? ബുദ്ധിയില്ല, വികാരമുള്ള ബുദ്ധിയില്ല. നമ്മൾ ബുദ്ധി എന്ന് പറഞ്ഞ സാധനമല്ല. ഒരു മൂല്യരെ കിട്ടിയാൽ ഞങ്ങൾ എന്താ ചെയ്യുക? ആളെ ബുദ്ധി ഇല്ലാതെയാക്കും. ഒരു മൂല്യരെ കിട്ടിയാൽ, ഒരു വലിയൊരു നല്ല മനുഷ്യനെ കിട്ടിയാൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുക? പരമാവധി അയാൾക്ക് തീറ്റിക്കും. അങ്ങനെ എങ്ങനെയെങ്കിലും അയാൾ അന്തംഗമിയാക്കണം. പിന്നെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് മുഴുവനും അന്തംഗമിച്ചതായിരിക്കും. അത് തന്നെ എത്രയാ ഈ വിഷയത്തിലൊക്കെ പ്രമാണങ്ങളുള്ളതെന്നാ. എത്ര വിഷയം ഇത് കിതാബ് തിബ്ബാണ്. ബഹുമാനപ്പെട്ട മുവഫഖുദ്ദീൻ അബ്ദുൽ ലത്തീഫ് ബഗ്ദാദി തങ്ങൾ, അദ്ദേഹം ഹിജ്റ 629 വഫാത്തായിട്ടുണ്ട്, 7ാം നൂറ്റാണ്ടിലാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണിത്. അദ്ദേഹം പറയാണ് എന്ത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമങ്ങൾ പ്രമാണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറയാണ് എന്ത്? നിയമങ്ങളും പ്രമാണങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ പറയാണ് ഇന്ന തഖലീൽ, അതായത് ആ ഭക്ഷണം ചുരുക്കുക എന്ന് പറയുന്നത് ആരോഗ്യത്തിൻ്റെ ഏറ്റവും മർമ്മപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് ഒരാൾക്ക് ഭക്ഷണം ചുരുക്കാൻ കഴിഞ്ഞത്? പൂർണ്ണമായി അയാൾക്ക് ആരോഗ്യമുണ്ടാകും. എപ്പോൾ ഭക്ഷണം കൂടിയോ, ഭക്ഷണം കൂടിയാൽ ആരോഗ്യം ഉണ്ടാവില്ല. ഒരു മനുഷ്യന് ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ ഭക്ഷണം കുറയണം. ഭക്ഷണമുണ്ടോ ആരോഗ്യമില്ല. ഉപകാരമുള്ളത് കൂട്ടുന്നതിനേക്കാൾ നല്ലത് ഉപദ്രവം ഉള്ളത് കുറക്കലാണ്. ഇതൊരു പ്രമാണം. എഴുതിയേക്കണം, ഒരു പ്രമാണം. ഹദീസല്ല, ഒരു പ്രമാണം. ഞാൻ നിങ്ങൾ ഇത് 100 ക്ലാസ് ആണ്. ഇത് 100 അല്ല, 200 ക്ലാസ് 500 ക്ലാസ് എടുത്താലും ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മമായ ആയത്ത് അറാഫിലെ ഒരു ആയത്താണ്. കുലു വഷ്റബു വലാ തുസ്രിഫു. അറാഫ് എത്രാമത്തെ ആയത്താന്ന് നോക്കുക. ഇതാണ് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ പ്രമാണം, ഇതിൻ്റെ മാനദണ്ഡം. കുലു, നിങ്ങൾ കഴിക്കുക. വഷ്റബു, നിങ്ങൾ കുടിക്കുക. വലാ തുസ്രിഫു, നിങ്ങൾ വ്യയം ചെയ്യരുത്. അതിൻ്റെ അർത്ഥം ഈ ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥമുണ്ട്. 1 ക്വാണ്ടിറ്റി കൂട്ടുക, 2 ചേർക്കാൻ പറ്റാത്തതിലേക്ക് ചേർക്കുക. മനസ്സിലായില്ല? ഇതിനോട് ചേർക്കാൻ പറ്റൂല, ഇതിലേക്ക്. ഉദാഹരണം പറയാം. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി നടക്കുന്ന ഒരു കാര്യമാണ് എന്തെന്നറിയോ?
ഇപ്പോൾ പണിക്കാർ എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പോൾ രാവിലെ ഒരു പണിക്ക് പോയാൽ ആ പണി കഴിഞ്ഞ് കയറി വരിക നേരെ എന്താ അവിടെ ഉള്ളത്? പൊറാട്ടുണ്ട്, പിന്നെ എന്താണ് പുട്ടുണ്ട്, പിന്നെ എന്താ ഉള്ളത് വഴിക്ക് എന്താ ഉള്ളത്? അയില മുള്ളിട്ടുണ്ട്. എന്നാൽ ആയിക്കോട്ടെ, അയില മുള്ളിട്ടത് മനസ്സിലാക്കണം കേട്ടോ. അയില മുള്ളിട്ടതും പിന്നെ പൊറാട്ടയും കഴിക്കും. പിന്നെ അതിലേക്ക് ഇനി എന്താ? ഇനി ഒരു ചായ, ചിലർക്ക് 2 ചായ. ഏത് ചായ? പാൽ ചായ. ഓൻ്റെ തടി നശിച്ചു. ഗൾഫാണോ? ഗൾഫ് 2 റിയാൽ കൊടുത്താൽ 1-ാം നമ്പർ തൈര് കിട്ടും. നേരെ പീടി പോയിട്ട് എന്ത് കൊണ്ടുവരും? മീൻ കൊണ്ടുവരും. മീൻ കുബൂസും മീനും. അതിക്ക് എന്തുണ്ട് ഒഴിക്കും? എൻ്റെ കഥ കഴിഞ്ഞു. എന്നെ എൻ്റെ പെണ്ണുങ്ങൾക്ക് ഷോക്കേസിൽ വെക്കാം, വേറൊരു പകരത്തിനും പറ്റില്ല. എത്ര മണി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ? തൈരും മീനും കൂട്ടണ ചങ്ങാതിനെ ഓൻ്റെ പെണ്ണുങ്ങൾക്ക് ഒന്നിനും പറ്റില്ല. ഓനെ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുത്ത് വെക്കാം. അവിടെ നിന്ന് വരാതെ നന്നായി, പൈസ കിട്ടുമല്ലോ. ഇവിടെ വന്നിട്ട് ഓനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് മലയാളിയുടെ ഇഷ്ടഭക്ഷണമാണോ അല്ലേ? പറയും. തൈരും മീനും ഇഷ്ടഭക്ഷണമാണോ അല്ലേ? ഈ തൈരും മീനും മനസ്സിലായില്ല. എന്നാൽ മീൻ മുളുട്ടത്, മത്തി മുളുട്ടത്, അതേപോലെ തന്നെ അയില മുളുട്ടത്, അതിലേക്ക് എന്ത്? പാൽച്ചായ. ഇത് നമ്മുടെ സ്വഭാവമാണോ അല്ലേ? ഇത് നമ്മളെ പാൽച്ചായനെ പറ്റി വേറെ ക്ലാസ് വരുന്നുണ്ട് കേട്ടോ. ഈ പാൽച്ചായനെ പറ്റി വർത്താനം വരാൻ പോകുന്നുണ്ട്, പിന്നീട് പറയാം. ആയിക്കോട്ടെ, പിന്നെ പറയാം. അപ്പൊ ചിലർ ചോദിക്കാം, പിന്നെ എന്താ തിന്നാൻ? എനിക്ക് തിന്നാല്ലേ ഒന്നും? അല്ല, ഈ ദുനിയാവിൽ തിന്നാൻ നിറച്ചിട്ടുണ്ട്. പക്ഷെ ചേരുവ നോക്കണം. തൈര് എന്ന് പറഞ്ഞാൽ നല്ല സാധനമാണ്. പക്ഷെ എന്തിലേക്ക് പറ്റൂല? മീനിലേക്ക് പറ്റൂല. തൈര് മീൻ ബിരിയാണിയിലേക്ക് തൈര് ഒഴിക്കുക. തൈര് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുക. കഴിഞ്ഞിടയ്ക്ക് പിന്നെ വരണ്ടാന്ന് ഗൾഫിൽ ഈ തൈരും മീനും കൂട്ടി തിന്നണ ചങ്ങായി. ഏതായാലും എന്നെ കൊണ്ട് നാട്ടിലൊന്നും വലിയ ഉപകാരമൊന്നും എൻ്റെ പെണ്ണുകൾക്ക് ഉണ്ടാവില്ല. അത് ഉറപ്പ് ഞാൻ എനിക്ക് എഴുതി ഒപ്പിട്ടില്ല. കല്യാണം കഴിച്ചിട്ട് 2 കൊല്ലമേ ആയിട്ടുള്ളൂ. എനിക്ക് പിന്നെ ഒരു ജീവിത സുഖം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ അടുത്ത് മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ട്. ഈ ദാറുൽ ഖുർആൻ്റെ മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ട്. എത്ര വയസ്സ്? 30 ചില്ലാനം. എന്തിനു പറ്റിയത് ബോഡിയുടെ സന്തുലിതാവസ്ഥയെ നഷ്ടപ്പെടുത്തി. ഇങ്ങനൊന്നും നടക്കൂല. ഇങ്ങനെ എന്നെ നടക്കും. എന്ത്? ഓൻ പട്ടിണി കിടക്കണം. എന്നിട്ട് ഇതൊക്കെ എന്ത് ചെയ്യണം? പുറത്താക്കണം. ഇതൊക്കെ പുറത്താക്കണം. ദായിമ സൗമ്, ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ടുകാലം പുറത്ത് നടന്നവർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പഠിച്ചോനെ എന്നറിയണ്ട. അതിനെ അനുസരിച്ച് ആ മനുഷ്യന് ആരോഗ്യം ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ പുറത്ത് നടക്കലല്ല, നമ്മൾ ഇവിടെ നിറഞ്ഞിട്ട് പുറത്തൊക്കെ കെട്ടി നടക്കുക നമ്മൾ ചെയ്യുക. നിങ്ങൾ ഇതൊന്ന് ചിന്തിക്കുക. ഇതിനൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് വിമർശിക്കുന്നതിന് കയ്യും നടക്കില്ല. ഈ തൈരും മീനും കൂട്ടി തിന്നണമെങ്കിൽ ഈ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരണ്ടെങ്ങായി. ഏതായാലും എൻ്റെ പെണ്ണുങ്ങൾക്ക് എന്നെ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. എന്നാൽ പിന്നെ നല്ല എന്താണെന്നറിയോ, കുറച്ച് 10 ഉറുപ്പ്യെങ്കിലും അയക്കാൻ പറ്റുമോ നോക്കുന്നിട്ട് മരിക്കണ തലേന്ന് അവിടുന്ന് എൻ്റെ പോട്ടം മുട്ടാണ്ട് ഈ പിറ്റേന്നാണ് മരിച്ചായിട്ട് ഞങ്ങൾക്ക് ഏതായാലും എൻ്റെ ആ കബറിൻ്റെ കൂലിയെങ്കിലും അവർക്ക് ഓർന്നിട്ടു. മനുഷ്യൻ ചെയ്യാവുന്നതേ തിന്നാവുന്ന മാമല ആബനു ആദമി വയറിനേക്കാൾ ദോഷകരമായ ഒരു കാര്യവുമില്ല. ഇതെന്തെ നമ്മളെ മാനദണ്ഡം. എത്രാമത്തെ ആയത്താ മോനെ? കുലു വഷ്റബു. എത്ര? 31. യാ ബനി ആദമ ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്. കുലു, നിങ്ങൾ കഴിച്ചോളി. വഷ്റബു, നിങ്ങൾക്ക് കുടിക്കുകയും ചെയ്യാം. വലാ തുസ്രിഫു, എന്നാൽ നിങ്ങൾ അമിതമായി ഒന്നും, അതായത് മിതത്തിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഈ ഇസ്രാഫിനെതിരാണ് എന്ത് ഈ വാഗ്ബടൻ എന്നല്ലേ പറഞ്ഞ്. നമ്മൾ അവിടെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. വാഗ്ബടൻ എന്താ പറഞ്ഞ്? നബി എന്താ പറഞ്ഞ്? ധനലബി ആയത്ത് പറഞ്ഞ്. ഈ ഇസ്രാഫ് പറഞ്ഞാൽ എന്താ? ഇസ്രാഫ് പറഞ്ഞാൽ ഒന്നിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടൽ ഇസ്രാഫാണ്. ഒന്നിലേക്ക് ചേരാത്തതിനെ ഒന്നിലേക്ക് ചേർക്കൽ ഇസ്രാഫാണ്. ഐസ്ക്രീം പൊരിക്കൽ ഇസ്രാഫാണ്. ഐസ്ക്രീമിലേക്ക് എന്തൊക്കെ വേറെ ഓർത്താനാണ്, നമുക്ക് വേറെ നോക്കാം.
പിന്നെ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഈ ജ്യൂസുകളുണ്ടല്ലോ, ഈ ജ്യൂസിൽ ഏകദേശ ജ്യൂസുകളിലൊക്കെ എന്തുണ്ടാവും? പാലും ജ്യൂസും പലതരം ജ്യൂസിനും പാല് പറ്റൂല. നമ്മൾ മാങ്ങ പാല് കൂട്ടാതെ അടിക്കൂല, പിന്നെ ജീവൻ പോകും. ഈ വല്ലാതെ നേരം പോകൂല, ജീവൻ പോകുന്നതാണ് ഉറപ്പാ. ജീവൻ പൊയ്ക്കോ. പക്ഷെ എന്നാലും ഈ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കണം എന്തിനാ? എൻ്റെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഈ ഉപ്പും ചാക്കും കൊണ്ട് നടക്കും പോലെ തന്നെ കൊണ്ട് ഒരു ആശുപത്രിയും മറ്റേ ആശുപത്രിക്ക് നടക്കണ പണിയായിരിക്കും. മനസ്സിലായി? ഇവിടെ ഹബീബായ നബി എന്താ പറയുക? ഇതാണ് നമ്മളെ മാനദണ്ഡം. യാ ബനി ആദമ ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ. നിങ്ങൾ ആരാധനയിലാണ് അലങ്കാരം എടുക്കേണ്ടത് പടച്ചോന്റെ മുന്നിൽ. കുലു, കഴിക്കാം, വഷ്റബു, കുടിക്കുകയും ചെയ്യാം. പക്ഷെ വലാ തുസ്രിഫു, നിങ്ങൾ എന്താണ് ഈ അമിതപ്പെടുത്തൽ? ചേർക്കാൻ പാടില്ലാത്തതിനെ ചേർക്കൽ അമിതപ്പെടുത്തൽ, പറ്റുന്നതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടൽ അമിതപ്പെടുത്തൽ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അതായത് റുത്തബിനെയും ഇതിനെയും കൂടുതൽ കഴിക്കൽ ഒരു അമിതപ്പെടുത്തൽ, അതല്ലാത്തതിന് അതിലേക്ക് ചേർക്കൽ അത് വേറൊരു അമിതപ്പെടുത്തൽ. വലാ തുസ്രിഫു, അതിലേക്ക് ചേരാവുന്നതിനെ അതിലേക്ക് ചേർക്കാവൂ. മീൻ ബിരിയാണി തൈര് നിറച്ച്, ഇത് ഇസ്രാഫാണ്. ഇനി കുറച്ചാണെങ്കിലും ഇസ്രാഫാണ്. മനസ്സിലായില്ല? അരപ്ലേറ്റേ തിന്നുള്ളൂ. എന്ത് പറയട കുട്ടി? അരപ്ലേറ്റേ തിന്നുള്ളൂ. മീൻ ബിരിയാണി അരപ്ലേറ്റേ തിന്നുള്ളൂ. പക്ഷേ അതിൽ എന്തുണ്ട്? തൈരുണ്ട്, അത് ഇസ്രാഫായി. തിന്നൽ അരപ്ലേറ്റ് എൻ്റെ വയറിൻ്റെ ഭാഗത്തേക്കേ ഉള്ളൂ. പക്ഷേ ഇത് ഇസ്രാഫാണ്. എന്തുകൊണ്ട്? തൈരിനെ ഇതിലേക്ക് ചേർക്കാൻ പാടില്ല. ഇതൊക്കെ പഠിക്കണം. പഴം പാൽച്ചായ, പാലിലേക്ക് പറ്റുന്ന ഒരൊറ്റ പഴമാണ് നേന്ത്രപ്പഴം. പാലിലേക്ക് പറ്റുന്ന ഒരു പഴമേ ഉള്ളൂ. അതേതാ? നേന്ത്രപ്പഴം. പാല് കൂട്ടി കഴിക്കാൻ പ്രശ്നമില്ല. മനസ്സിലായി? ഏത് പഴവും പാല് അത് വേറിട്ട് കഴിക്കണം. പാലും ഈ പഴവും കൂട്ടിക്കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത കളിയാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഒരു പാല് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു പഴം എന്താണ്? നേന്ത്രപ്പഴം. രാവിലെ ചേർന്ന് നേന്ത്രപ്പഴം ഒരു ഗ്ലാസ് പാലും കുടിച്ചോ? പാലെന്നെ, പാക്കറ്റ് പാലല്ല, പാല്. പാക്കറ്റ് പാലിനെ പറ്റി നമുക്ക് പിന്നീട് പറയും. ഇത് വെറുതെ ഇത് നല്ല നിലക്ക് പിരിയും നിങ്ങൾ വിചാരിക്കണ്ട. ഇത് നല്ല നിലക്ക് പിരിയില്ല. പാക്കറ്റ് പാലിന് പുരക്കാർക്കല്ല പീഡിയക്കാർക്കും അതേ പറ്റുള്ളൂ. അതിന് കൊഴുപ്പ് കൂടും. യൂറിയൊക്കെ കൊഴുപ്പുണ്ടാവും. കൃഷിക്കാർക്കറിയാം. മനസ്സിലാണ്ട് പറഞ്ഞു. യൂറിയൊക്കെ കൊഴുപ്പ് കൂടുമല്ലോ. ഒറിജിനൽ പാലിന് കൊഴുപ്പ് കുറയും. അപ്പം ഒരു തവി പാലൊഴിച്ചാൽ, പാക്കറ്റ് പാല് ഒരു തവി ഒഴിച്ചാൽ തന്നെ നല്ല കട്ടി ചായക്ക് ഉണ്ടാവും. അത് പശുവിൻ്റെ പാലിനുണ്ടാക്കണമെങ്കിൽ 2 തവി ഒഴിച്ചാൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിന് എന്ത് കുറയും? ഈ പശ കുറയും, മറ്റിന് പശ കൂടും. അത് കൃത്രിമ പാലാണ്. തന്നെ നമ്മൾക്ക് ഇപ്പൊ ആരോഗ്യ വിഷയമില്ല. നമ്മളെ കറാമത്ത് ഇപ്പൊ എന്താ? ഡയാലിസ് സെന്ററുകൾ ഉദ്ഘാടനം. എന്റെ പക്ക ജാഹിലെ, നാട്ടുകാർക്ക് ഡയാലിസ് സെന്റർ ഉണ്ടാക്കലല്ലടാ എന്റെ ഉത്തരവാദിത്വം. നാട്ടുകാർക്ക് ഡയാലിസ് വരാത്ത അവസ്ഥ ഉണ്ടാക്കലാണ്. ഇപ്പൊ മതരാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ നാടാകെ തുടങ്ങാണ്. എന്ത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് നിങ്ങൾ ഒരു വട്ടം ചെയ്താൽ നിങ്ങൾ അതിനേക്കാൾ ചെയ്യേണ്ടതെന്നറിയോ? ഇതിലേക്ക് ജനം വരാതിരിക്കാനുള്ളൊരു അവസ്ഥയെ നിങ്ങൾ സൃഷ്ടിക്കണം. മറ്റേ നിങ്ങൾക്ക് ഒരു ദയാതരംഗം പിടിച്ചു പറ്റാം. മൂപ്പര് നമ്മളെ സംഘടന ഉണ്ടായതുകൊണ്ടാണ്. നമ്മളെ മാലിന്യ കമ്മിറ്റിയാണ്. ഇനിയിപ്പോൾ ഓരോ മാലിന്യ കമ്മിറ്റി എന്ത് തുടങ്ങും? എഴുതി വെച്ചോളി, 4-5 കൊല്ലത്തിനിടയിൽ എല്ലാ മാലിന്യ കമ്മിറ്റിയിലും എന്ത് വരും? മാലിന്യ കമ്മിറ്റി ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ഡയാലിസ് സെന്റർ. കാരണം അതിൽ മാത്രം ഉണ്ടല്ലോ എന്ത് ഈ സാധനം. അപ്പൊ മഹലിന്റെ കീഴിൽ തന്നെ, ക്ഷേത്രത്തിന്റെ കീഴിൽ ഡയാലിസ് സെന്റർ, ചർച്ചിന്റെ കീഴിൽ ഡയാലിസ് സെന്റർ, മഹലിന്റെ കീഴിൽ ഡയാലിസ് സെന്റർ നമ്മളെ കേരളത്തിൽ നിറയും. കിഡ്നി രോഗികളിൽ ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികളുള്ള സംസ്ഥാനം കേരളം. അതിൽ ഏറ്റവും കൂടുതൽ മനസ്സിലായില്ല. ഇപ്പൊ ക്യാൻസറിന് ഡോക്ടർ ഗംഗാധരൻ പറഞ്ഞ ഒരു അഭിപ്രായം ഞാൻ കേട്ടു. അതായത് ക്യാൻസറിന് തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും 2 ശൈലിയാണ്. ബീഡി വലിച്ചത് കൊണ്ടോ
കള്ളു കുടിച്ചതോ കൊണ്ടോ ഉണ്ടാകുന്ന ക്യാൻസറാണ് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ ആമാശയ ക്യാൻസറാണ് എവിടെ കൂടുതൽ? മലബാറിലുള്ളത്. ഇപ്പം എന്താ പ്രശ്നം? മലബാറിൽ കള്ളു കുടിക്കില്ല, അല്ലാതെ കുടിക്കൂല. മനസ്സിലാണ്ടോ പറഞ്ഞത്? എന്തുണ്ടാവും? തീറ്റ കലാല തിന്നലല്ല നമുക്ക് ഹലാലാക്കിയിട്ടില്ലല്ലോ. ചേർക്കേണ്ടതിനെ ചേർക്കാൻ പാടുള്ളൂ, ക്വാണ്ടിറ്റിക്കപ്പുറം ഉപയോഗിക്കാൻ പാടില്ല പറഞ്ഞിട്ടില്ലേ? ഇത് ചിന്തിച്ചോളൂ നിങ്ങൾ. ഇത് തമാശ, ഇത് വളരെ പഠിക്കണം. ഇത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ജനതയാണ് മലബാറുകാർ. മലബാറുകാർ എന്ന് പറഞ്ഞാൽ എന്താ പറയണത്? മക്കയെ പോലെയാണ് ഞങ്ങൾ ജീവിക്കുന്നതാണല്ലോ. അപ്പൊ ഇത് പടച്ച തമ്പുരാന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞതിന് യാതൊരു നോട്ടവും നമുക്കില്ല, ഒരു നോട്ടവും ഇല്ല. ഒരു വിവരമുള്ളവനാണെങ്കിലോ ഒരു 1.5 മീറ്ററെങ്കിലും പള്ളം മേലെ കുന്തിയനെ മോനെ ആലിമുല്ലല്ലാമെന്ന് പറയാൻ പറ്റുള്ളൂ. അക്കൊലത്തിലാണ് നടക്കുന്നതൊക്കെ. ഇത് മോശം ഞാൻ പറയുന്നില്ല. 2 കാര്യങ്ങളാണ് ഇതിന്. മനസ്സിലായില്ല? നിങ്ങൾ വളരെ ചിന്തിക്കണം. ഈ പള്ള വലുതാകുക എന്നുള്ളത് നല്ല കാര്യമല്ല. അതൊക്കെ നമ്മുടെ പുതിയ കാലത്തെ രീതികളാണ്. ഉദാഹരണം മഹാബലിയുടെ ചിത്രം വരുന്നുണ്ട്. ഈ നമ്മളിപ്പോൾ ഈ ഓണത്തോടനുബന്ധിച്ച് മഹാബലിയുടെ ചിത്രങ്ങൾ കേരളത്തിലാകെ കച്ചവടക്കാരും അല്ലാത്തവരും ഒക്കെ കൊണ്ടുവരും. അപ്പം ഞാനിതിൽ മനസ്സിലാക്കുന്നത് മഹാബലി എന്നൊരാൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് നിൽക്കുക, എന്നാലും ഇയാളാവൂല. കാരണം മഹാബലി പറഞ്ഞാൽ ക്ഷത്രിയനായിരിക്കും. ക്ഷത്രിയൻ യോദ്ധാവായിരിക്കും. യോദ്ധാവിന് ഒരിക്കലും അത്ര പള്ള വലിയതാവില്ല, ഒരിക്കലും ഉണ്ടാവും. ഇമ്പോസിബിൾ. നമ്മക്കിപ്പോൾ പള്ള നമ്മൾക്കനുസരിച്ചൊരു മഹാബലി ഉണ്ടാക്കുക നമ്മൾ. മനസ്സിലായില്ല? ഇപ്പോൾ കേരളത്തിൽ കേരളീയരെ പുതിയ രീതി അനുസരിച്ചൊരു മഹാബലിയാണ്. അപ്പൊ വലിയവർക്കൊക്കെ എന്താവണം? പള്ള വലുതാണെന്നാ അപ്പൊ നമ്മൾ വിചാരിക്കണത്. അയാ ആയുധാഭ്യാസിയായിരിക്കുമല്ലോ, ക്ഷത്രിയനല്ലേ. അപ്പൊ അത്തരം ഒരു പള്ള ഒരു കാരണവശാലും ഇന്ന് കേരളത്തിൽ മഹാബലി എന്നൊരാൾ ഉണ്ടെങ്കിൽ ഉണ്ടാവാം, ചരിത്രമാകാം, ഐതിഹ്യമാകാം, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇന്ന് നമ്മുടെ കേരളത്തിൽ കാണുന്ന ഈ ചിത്രങ്ങളുടെ സമാനതയുള്ള ഒരു വ്യക്തി ആവില്ല. ഇമ്പോസിബിൾ. ഒരിക്കലും മഹാബലി അങ്ങനെ ആവില്ല. അദ്ദേഹം നീതിമാനാണ് എങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധി നേരെ നിൽക്കണ്ടേ? ബുദ്ധി നേരെ നിൽക്കണമെങ്കിൽ ഒരാൾക്ക് എന്ത് വേണം? ബുദ്ധി നേരെ നിൽക്കണമെങ്കിൽ ബോഡി നേരെ നിൽക്കണം. ബോഡി ഒരു പ്രമാണമാണ്, ഹദീസല്ല, ഒരു പ്രമാണമാണ്. സന്തുലിതാവസ്ഥയിലുള്ള ബോഡിയിൽ നിന്ന് സന്തുലിതമായ ബുദ്ധി ഉണ്ടാകും. ഇതൊക്കെ ഞാൻ അവസാനിപ്പിക്കാം. ഇതൊക്കെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. ഈ ക്ലാസ്സിന് നിങ്ങൾ ഫോളോ തന്നെ വേണം. ഈ ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു വാക്ക് ഞാൻ സാന്ദർഭികമായി നിങ്ങളോട് പറഞ്ഞുതരാം. ഈ ബന്ധത്തിൽ എന്താ പറയുന്ന പ്രധാനം? ഹാരിസ് ബിൻ കെൽദയോട് ചോദിക്കപ്പെട്ടു. ഹാരിസ് ബിൻ കെൽദ എന്ന അറബ് വൈദ്യത്തിന്റെ പിതാവാണ് ഹാരിസ് ബിൻ കെൽദ. എഴുതിച്ചു. ഹാരിസ് ബിൻ കെൽദ അറബ് വൈദ്യത്തിന്റെ പിതാവാണ്. അറബ് വൈദ്യത്തിന്റെ പിതാവാണ് ഹാരിസ് ബിൻ കെൽദ. അയാളോട് ചോദിക്കപ്പെട്ടു, മൽ ഗിദ, എന്താണ് ഭക്ഷണം? അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, അൽ ജൂഉ, ഭക്ഷണം എന്നാൽ വിശപ്പാണ്. ഇതൊക്കെ പ്രമാണ ലോകപ്രശസ്ത അറബ് വൈദ്യശാസ്ത്രത്തിന്റെ പിതാവാണ്. മനസ്സിലായില്ലേ? അറബ് വൈദ്യശാസ്ത്രത്തിന്റെ പിതാവാണ് ആര്? ഹാരിസ് ബിൻ കെൽദ. നബിക്ക് മുമ്പാണ് ഹാരിസ് ബിൻ കെൽദ. നബിയുടെ കാലത്തും ഇന്നും ഒരു അഭിപ്രായമുണ്ട്. ഏതായാലും ഹാരിസ് ബിൻ കെൽദ, അറബ് വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഹാരിസ് ബിൻ കെൽദയോട് ചോദിക്കപ്പെട്ടു, മൽ ഗിദ, എന്താണ് ഭക്ഷണം? ഖാല അൽ ജൂഉ, ഭക്ഷണം എന്നാൽ പറ വിശപ്പാണ്. ഫഖീല, അപ്പോൾ ചോദിക്കപ്പെട്ടു, ഫമദ്ദ, അപ്പോൾ രോഗം എന്താണ്? ഖാല ഇദ്ഖാലു ത്വആമി അല ത്വആം, ഒരു ഭക്ഷണത്തിന്റെ മേൽ മറ്റൊരു ഭക്ഷണത്തെ കയറ്റലാണ്. ഇതൊക്കെ 2 പ്രമാണം ഇത് ചെയ്യും. അറബ് വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഹാരിസ് ബിൻ കെൽദയോട് ചോദിക്കപ്പെട്ടു, മൽ ഗിദ, എന്താണ് ഭക്ഷണം? ഫഖാല അൽ ഗിദാഉ അൽ ജൂഉ, ഭക്ഷണം എന്നാൽ വിശപ്പാണ്.
എത്ര വിഷന്നോ അത്രയും ആരോഗ്യം ഉണ്ടാവും. സുമുത്തസ്യഹു, നിങ്ങൾ നോമ്പ് നോൽക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആരോഗ്യം വർദ്ധിക്കും. ഞങ്ങൾക്ക് ആരോഗ്യം കുറയും. എന്തുകൊണ്ട്? നോമ്പ് കാലത്ത് അത്രയും നമ്മൾ വേറൊരു കാലത്ത് തിന്നൂല, തിന്നെ ഇരിക്കും. മഗ്‌രിബ് മുതൽ ഏതൊരു തിന്നും, സുബഹി വരെയാണ് തിന്നിട്ട് പിന്നെ അങ്ങനെ ഒരൊറ്റ പോത്ത് വീണ ഒരൊറ്റ വീഴ, പിന്നെ 3 മണി വരെ പിന്നെ വേഗം ഉദോടുത്ത് വന്ന് ദൂരെ നിസ്കരിക്കുമ്പോൾ അസറിൻ്റെ ബാങ്ക്, ഒറ്റയടിക്ക് 2 പക്ഷി. അങ്ങനെ പിന്നെ പീടിയിൽ പോയി വത്തക്കി മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരും. അതിന് കണക്കാക്കി അവൻ ഗൾഫിൽ നിന്ന് വരും. ഗൾഫിൽ പറയും നോമ്പിന് ഞാൻ അതൊക്കെ പണിയൊക്കെ ഒഴിവാക്കി ഇവിടെ കൂടല്ല, ആയിക്കോട്ടെ. അതിനനുസരിച്ച് നമുക്ക് അതിൽ കൂടും, കാരണം അതിനനുസരിച്ച് തീറ്റ കൂടും. നാട്ടിൽ കിട്ടാവുന്ന സാധനമൊക്കെ വാങ്ങിക്കൊണ്ടു. സുമുത്തസ്യഹു, നിങ്ങൾക്ക് ആരോഗ്യം വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നോമ്പനുഷ്ഠിക്കണം. അപ്പൊ ഹാരിസ് ബിൻ കെൽദ എന്ന അറബ് വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഹാരിസ് ബിൻ കെൽദയോട് ചോദിക്കപ്പെട്ടു, മൽ ഗിദാ, എന്താണ് ഭക്ഷണം? ഫഖാല, അദ്ദേഹം പറഞ്ഞു, അൽ ഗിദാ വൽ ജുഉ, ഭക്ഷണം എന്നാൽ വിശപ്പാണ്. ഫഖീല, അപ്പോൾ ചോദിക്കപ്പെട്ടു, ഫമദ്ദാഉ, അപ്പോൾ രോഗം എന്നാൽ എന്താണ്? ഫഖാല ഇദ്ഖാലു ത്വആമി അല ത്വആം, ഒരു ഭക്ഷണത്തിന്റെ മേൽ മറ്റൊരു ഭക്ഷണത്തെ ഇടലാണ്. ഖബ്ല ഹൽമിഹി, ഒരു ഭക്ഷണം ദഹിക്കുന്നതിന് മുമ്പ് മറ്റൊരു ഭക്ഷണം കയറ്റിയവന് എന്തുണ്ടാവും? രോഗം വരും. ഇന്ന് മലബാറിലെ രോഗത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. ആണോ അല്ലേ? പറ, ആണോ അല്ലേ? ഇന്ന് രോഗത്തിൻ്റെ കാരണം എല്ലാവരും കാണാൻ നല്ല ചുരുക്കാണ്, കാണാൻ നല്ല ചുരുക്കാണ്, അതിനപ്പുറത്തൊന്നും നടക്കൂല. കാണാൻ നല്ല ചുരുക്കാണ്. കൂടുതൽ ഞാൻ സംസാരിക്കാനില്ല. ഭക്ഷണം നിയന്ത്രിക്കാതെ ദാമ്പത്യ ജീവിതം ഭംഗിയാവില്ല. 100 കണക്കിന് സ്ത്രീ പുരുഷന്മാർ എന്നോട് വന്ന് പറഞ്ഞ സ്വകാര്യം വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതം പരാജയത്തിലാണ്. ഞാനിവളെ കല്യാണം കഴിച്ചിട്ട് 12 കൊല്ലമായി, 8 കൊല്ലമായി, 4 കൊല്ലമായി, 12 കൊല്ലമായി, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യവും ഹൈറായി നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് സ്വകാര്യമായി 100 കണക്കിന് ഭാര്യ ഭർത്താക്കന്മാർ ആഴ്ച തോറും എന്നോട് വന്ന് ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞപ്പോൾ അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാം എന്ന നിലയിലാണ് ഞാൻ കപ്പിൾസ് മീറ്റ് നടത്തിയത് കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് എൻ്റെ ഓർമ്മ. അതാണ് കാരണം. നിങ്ങൾക്ക് എന്തും ഭംഗിയായി കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വിശക്കണം. വിശക്കാതെ നടക്കൂല. വിശന്നിട്ടല്ലാതെ ഒരാൾ കിടപ്പറയിൽ പ്രവേശിക്കാൻ പാടില്ല. കിടപ്പറയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വിശന്നിരിക്കണം. ഇന്ന് ഫുൾ ടൈറ്റാ. അതിൽ നിനക്കൊരു കുട്ടി ഉണ്ടായാൽ പോലും മന്ദബുദ്ധിയായിരിക്കും. പുറത്ത് പറയണ്ട. എന്തോന്ന് പറഞ്ഞോ? എന്താ പറഞ്ഞേ? വയറ് ടൈറ്റായി നിൽക്കുമ്പോൾ നിനക്ക് സ്ഖലനം സംഭവിക്കുകയും ആ സ്ഖലനത്തിൽ നിനക്കൊരു എൻ്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടി ജനിക്കുകയും ചെയ്താൽ ആ കുട്ടി മന്ദബുദ്ധിയായിരിക്കും. വിശന്നിട്ടല്ലാതെ എവിടേക്ക് കയറരുത്. ഇപ്പോൾ രാത്രി ഭക്ഷണം മഗ്‌രിബിൻ്റെ തൊട്ട് മുമ്പ്, മഗ്‌രിബ് കഴിഞ്ഞാലോ, ഞാൻ ഇപ്പം പറഞ്ഞ പോലെ ചെറിയൊരു ഭക്ഷണം കഴിച്ചോ, എന്താണെങ്കിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തായി വിശപ്പ്. ചില ആളുകൾക്ക് ഒരു ദിവസമായി നമുക്കുണ്ടാവും വെച്ചാൽ പിന്നെ എങ്ങനെ മനുഷ്യന് കടന്നുറങ്ങാൻ കഴിയുന്നില്ല, ആവിട്ടിട്ട്. ഒരു ദിവസം ആവി ഉണ്ടാവുള്ളൂ, 2 ദിവസം പിന്നെ അതുണ്ടാവില്ല. ഒരു പ്രധാന ഭക്ഷണം ഒരു നേരത്തെ കഴിക്കുക, അല്ലെങ്കിൽ 2 നേരത്തെ കഴിച്ചോ പ്രധാന ഭക്ഷണം. ഉദാഹരണം പറയാം, രാവിലെ ഒരു പ്രധാന ഭക്ഷണം കഴിക്കുക, ആ രാവിലത്തോട് ചേരുന്നൊരു ഭക്ഷണം കഴിക്കുക, എന്നിട്ട് അത് നേരത്തെ കഴിക്കുക. മനസ്സിലായില്ല? നേരത്തെ കഴിക്കുക. ഒരു 6:30-7 മണിക്ക് നല്ലൊരു ഭക്ഷണം കഴിച്ചോ, അതിനോട് യോജിക്കുന്നൊരു ഭക്ഷണം കഴിക്കുക. പിന്നെ ഉച്ചക്ക് ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഒരു ഭക്ഷണം കഴിച്ചോ. പിന്നെ ഒരു മനസ്സിലായില്ലേ, ഒരു ചപ്പാത്തി കഷ്ണമോ അവിടെ നിൽക്കണം കേട്ടോ. ഒരു ചപ്പാത്തിയും പിന്നെ ഒരു 1.5 വത്തക്കയും എല്ലാം കൂടി പറ്റൂല. മനസ്സിലായില്ല? ചപ്പാത്തിയാണ് കുറച്ച്, ചപ്പാത്തി കുറക്കാം. ചപ്പാത്തി ഒന്നും തിന്നണില്ല. ഭക്ഷണം കുറച്ച്. പക്ഷെ എന്ത് തിന്നു? ചപ്പാത്തിനോട് കൂടെ എന്ത് തിന്നു? ഒരു 2 വത്തക്ക ചുവട്ടി തിന്നു. അതെന്തല്ലോ. വത്തക്ക ഭക്ഷണമല്ല, ചപ്പാത്തി ഭക്ഷണം. ഭക്ഷണമൊക്കെ പറ്റ കുറച്ചു. 2 പ്ലേറ്റ് മാങ്ങുന്നു. അങ്ങനെയല്ലേ നമ്മളെ നാട്ടിൽ കുറച്ച് ആളുകൾ ചോറ് ഒഴിവാക്കണം, ചോറ് ഒഴിവാക്കി, പിന്നെ പത്തിരിയാക്കി. മക്കളും ബാപ്പയും കൂടിയാണ് ഉച്ചക്ക് ഭക്ഷണം കഴിക്കും.
ബാപ്പ എന്തേക്കൂല? ചോറ് ഒഴിവാക്കി. ഡോക്ടർ പറഞ്ഞു ചോറ് ഒഴിവാക്കണം, ചോറ് ഒഴിവാക്കി. ബാപ്പ 24 പത്തിരി തിന്നു, നെയ്സ് പത്തിരി 24. ബാപ്പ എന്തോ ഒഴിവാക്കിയിട്ടുണ്ട്? ചോറ് ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഡയബറ്റിക് ആണ്, നിങ്ങൾക്ക് ചോറ് പറ്റൂല, എന്നാലും ചോറുണ്ട് ഒഴിവാക്കി. പിന്നെ ഒരു 24 പത്തിരിയും പൊറാട്ടയും ഇറച്ചി നിന്നു. ഈ ജാതി മന്ദൂസുകളാണ് മലബാറിലെ വിട്ടികൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ നേരിടണം. അൽ-അഖ്ലു സലീമു മിനൽ ജിസ്മി സലീം. നല്ല പണ്ഡിതൻ ഉണ്ടാകണമെങ്കിൽ വിശക്കണം. വിശപ്പില്ലാത്തൊരു പണ്ഡിതൻ ഉണ്ടാവില്ല, വിശക്കാതെ ഒരു പണ്ഡിതൻ ഉണ്ടാവില്ല. ഇന്ന് മൂല്യന്മാർക്ക് എന്താ സംഭവിച്ചത്? ഈ രൂപത്തിലൊക്കെ ഞാനടക്കം എന്തെങ്ങനെയാകാൻ കാരണം നാട്ടുകാർക്ക് വിരുന്ന് കൊടുക്കല്ലേ, അതൊരു പണിയില്ല. വിരുന്നിന് നമ്മൾ കുത്തിരുന്ന് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കും, എന്നിട്ട് നമ്മൾ ഒരു ഷോക്കേസിൽ ഇങ്ങനെ വെക്കും. 10 കൊല്ലം മുമ്പ് നിങ്ങൾ നമ്മളെ പരിയിലൊന്ന് ഭക്ഷണം കഴിച്ച ഫോട്ടോ ഇപ്പോഴും ഉണ്ട് അവിടെ. അപ്പം ഇജ്ജ് എന്തിനാ എനിക്ക് തിന്നാൻ തന്ന്? പറയടാ, ഇജ്ജ് എന്തിനാ തിന്നാൻ തന്ന്? ഓനും ഞാൻ നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കണത് മകനോട് പറയും, ഫോട്ടെടുക്കും. അപ്പം അതാണ് അതെല്ലാം നാട്ടുകാർ വേണ്ടിയിട്ടാണ്. അപ്പം ഇതൊക്കെ മാറി നമ്മളെ തല നേരെ നിൽക്കണമെങ്കിൽ നമ്മൾ വലാത്തുസിരിഫു, അമിതമായി ഒന്നും കഴിക്കാൻ. എന്താണ് ഇപ്പം ഈ പറയുന്നത്? ഒരു 3 കാരക്ക അല്ലെങ്കിൽ 7 കാരക്ക, അതെന്നെ ക്രിസ്താവ് കൂട്ടിയെ കഴിക്കുക. മനസ്സിലായി? അപ്പം വിഷയം എല്ലാ മതങ്ങളുടെയും ആരോഗ്യശാസ്ത്രം അടിസ്ഥാനപരമായി ഒന്ന്. നിങ്ങൾക്ക് തിയോളജിക്കലി വ്യത്യാസങ്ങളുണ്ട് മതങ്ങളിൽ, ഉറപ്പ്. അത് ഇസ്ലാം മതത്തിൻ്റെ തിയോളജി വളരെ കൃത്യവും യാതൊരു സംശയം വേണ്ട. ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ ഇസ്ലാമിൻ്റെ തിയോളജിയിലേക്ക് വന്ന് എല്ലാവരും മുസ്ലിങ്ങളാകണം, അതല്ല ഈ പ്രഭാഷണം. ഞാൻ അതേ സമയത്ത് ഈ ആരോഗ്യശാസ്ത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിൽ ധർമ്മം, ആരോഗ്യം, ഇപ്പം മോഷ്ടിക്കണമെന്ന് പറയുന്ന ഒരു മതമില്ല, വ്യഭിചരിക്കണമെന്ന് പറയുന്നൊരു മതമില്ല, ആരോഗ്യം ക്ഷയിപ്പിക്കണമെന്ന് പറയുന്നൊരു മതവും ഇല്ല. അപ്പം മോറൽ സൈഡിൽ മനസ്സിലായില്ലേ, നിൻ്റെ ഹെൽത്ത്നെസ്, നിൻ്റെ ആരോഗ്യം, ഇതൊക്കെ എല്ലാ മതങ്ങളും ഒന്നാണ്. അത് പരസ്പരം കൊള്ളുകയും കൊടുക്കുകയും ചെയ്തിട്ട് പ്രവർത്തിക്കാതെ മുന്നോട്ട് പോയാൽ നമുക്ക് വൻ ദുരന്തം സംഭവിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നല്ല ചിന്തിക്കണം. ഭാഷകൾ ഏറെയും കുറയും. ഇപ്പം ജ്യൂസിനെ പറ്റി ഞാൻ പറഞ്ഞത് വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കി, ഇതിനൊക്കെ ഒരു പ്രശ്നമൊന്നുമില്ല. നിങ്ങളെന്ത് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കും, എന്ത് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കും. പക്ഷെ എത്ര ആ പ്രഭാഷണം കേട്ട് നോക്ക്. ആ പ്രഭാഷണം ഏകദേശം 2 മണിക്കൂറിലേറെ ഉണ്ട്. ആ പ്രഭാഷണം ഒന്ന് കേട്ട് നോക്ക്. ആ പ്രഭാഷണം മാത്രം മതിയാവും കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പം എവിടെയെങ്കിലും ഒരു ശകലം കൊണ്ടിട്ട് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യല്ല വേണ്ടത്. സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടി നമ്മുടെ ആയുസ് നമ്മൾ ചെലവഴിക്കണം. ഞാൻ നീട്ടി പറയുന്നില്ല, ബുദ്ധി ഓരോ ഇപ്പം ഉദാഹരണം ഞാൻ ഒക്കെ ചർച്ച ചെയ്യും നമ്മൾ. ഇപ്പം നമ്മളെ പെണ്ണുങ്ങളിൽ ഒരു 60-70% പീരിയഡ്സ് ഡിസോർഡറാണ്, മലബാറിൽ പ്രത്യേകിച്ചും. എന്താ കാരണം? പീരിയഡ്സ് ഡിസോർഡർ ആവാനുള്ള കാരണം എന്താ? വന്നാൽ നിൽക്കൂല, മര്യാദയ്ക്ക് വരൂല, വന്നാൽ നിൽക്കൂല. ഒരു സാധാരണ പെണ്ണിനുണ്ടാകേണ്ട പീരിയഡ്സിൻ്റെ ടൈം 5-6, എന്നാൽ ഇന്ന് 10, 12, 13 ഒക്കെ സർവ്വസാധാരണ പീരിയഡ്സ്. മനസ്സിലായി? പെണ്ണുങ്ങൾ നല്ല ശമനത്തിന്. എൻ്റെ അടുത്തൊരു ഭാര്യയും ഭർത്താവ് ഒരു പ്രശ്നം പറഞ്ഞു വന്നാൽ, അവരുടെ ദാമ്പത്യ പ്രശ്നം വന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ അവരോട് ഭർത്താവിനെ ഇരുത്തി ചോദിക്കും, പീരിയഡ്സ് എങ്ങനെ? അതിൽ നിന്ന് അവരെ മൊത്തം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 60% മലബാറിൽ പെണ്ണുങ്ങളെ പീരിയഡ്സ് ഡിസോർഡറാണ്. എത്ര ഗൈനക്കുകൾ ഉണ്ടായാലും ഇവിടെ മതിയാവില്ല. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായില്ല? കോർപ്പറേറ്റുകൾ അധികാരം വാഴുന്ന ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ ഇപ്പോൾ കോർപ്പറേറ്റ് ലോകത്തെ ഏറ്റവും വലിയ, മനസ്സിലായില്ല, മെഡിക്കൽ കോർപ്പറേറ്റ് ഭീമന്മാരാണ് ഇപ്പോൾ എവിടെ കളിക്കുന്നത്? കോഴിക്കോട്, മലപ്പുറത്ത് കളിക്കുന്നത്. എന്തുകൊണ്ട്? അവർ 1000 കോടിയൊന്നും അല്ല ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ മുടക്കിയിട്ടുള്ളത്. എവിടെ കോഴിക്കോട് ബേസ് ചെയ്ത് മുടക്കുക? ആരെ മുടക്കുക? അമേരിക്കൻ കമ്പനികൾ. ഇപ്പം നമ്മളെ ആശുപത്രികളിലെ നല്ലൊരു ശതമാനവും ഇന്ന് ആരുടേതാണ്? അമേരിക്ക. എന്താ അതിൻ്റെ ഇടയിൽ ഇവിടെ നാടില്ലേ? ഇവിടെ എന്താ മുടക്കാൻ കാരണം? ഇവിടെ മുടക്കിയാലേ മുതലാവുള്ളൂ. കാരണം ഇവിടെ എന്തുണ്ട്? എന്തുണ്ട്? ഇഷ്ടം പോലെ എന്തുണ്ട്? രോഗമുണ്ട്. നല്ല ചൊറുക്കുള്ള തൊപ്പി, നല്ല തൊപ്പിയും തലയൊക്കെ ഇട്ട് ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം ആളാരാണ്? പറയുമ്പോൾ നിസ്കാരം നോക്കുന്നുണ്ട്, ആരോഗ്യമല്ല. മുത്തുനബിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായത് ആരോഗ്യം.
അപ്പോൾ മുത്തുനബി നമ്മളകന്ന് പോയി കാര്യങ്ങളെ പഠിക്കലാണ് ഉദ്ദേശ്യം. അപ്പോൾ ഈ പ്രഭാഷണം, എത്ര പ്രഭാഷണം ഉണ്ടായാലും നിങ്ങൾ ഇരുന്ന് സൗകര്യത്തിന് സോഷ്യൽ മീഡിയയിൽ കേട്ട് മനസ്സിലാക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കാം. എല്ലാവർക്കും സ്വാഗതം. ഏതഭിപ്രായവും എൻ്റെ കയ്യിൽ നിന്ന് പിഴവ് സംഭവിച്ച ഉടനെ ഞാൻ പറയും, ആ പറഞ്ഞൊരു പിഴവായിരുന്നു, തിരുത്തണമെന്ന് ഉടനെ പറയും. എന്തുകൊണ്ട്? എൻ്റെയും എൻ്റെ സമൂഹത്തിൻ്റെയും നന്മ മാത്രമാണ് ഈ പ്രഭാഷണത്തിൻ്റെ ലക്ഷ്യം. ജാതി മത ഭേദമന്യാൽ ഈ പ്രഭാഷണം ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم اللهم أمرتنا بدعائك ووعدتنا بإجابتك لقد دعوناك فأجبنا يا الله يا حي يا قيوم يا حي يا قيوم يا حي يا قيوم ربنا آتنا എല്ലാവർക്കും സൗഖ്യം തരണമേ റബ്ബേ. ജാതി മതഭേദമന്യേ എല്ലാവർക്കും ആരോഗ്യം തരണമേ റബ്ബേ. ഈ രോഗത്തിൻ്റെ ഗോഡൗണായ ഞങ്ങളുടെ നാടിനെ മാറ്റി ആരോഗ്യവത്തായ ഒരു പുതുതലമുറയുടെ ഒരു പുതുജീവിതത്തിന് ഈ പ്രഭാഷണം ഒരു കാരണമാക്കണമേ റബ്ബേ. ഞങ്ങൾക്ക് ആരോഗ്യം വേണം റബ്ബേ. എന്തിനേക്കാൾ പ്രധാനം ആരോഗ്യമാണ്. ഞങ്ങൾക്ക് ആരോഗ്യം നൽകണമേ റബ്ബേ. രോഗികൾക്ക് സൗഖ്യം നൽകുകയും തിരിച്ചറിവ് നൽകുകയും ആരോഗ്യം തിരിച്ചു കൊടുക്കുകയും ആയുസ്സിൻ്റെ അവസാന സെക്കൻഡ് വരെയും ആരോഗ്യത്തോടെ ഇരിക്കാൻ ഞങ്ങൾക്ക് നീ ആ തൗഫീഖ് ഭാഗ്യം നൽകണമേ റബ്ബേ. ഞങ്ങൾ ഉമ്മാക്കും ബാപ്പാക്കും ഒക്കെ പുറത്തു കൊടുക്കണമേ റബ്ബേ. ഞങ്ങളുടെ നാട്ടിൽ നല്ല നല്ല സൗകര്യങ്ങളും ഇതൊക്കെ ഉണ്ടാക്കി മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണമേ റബ്ബേ. ദേശങ്ങളൊക്കെ കടന്നും മനുഷ്യ നന്മക്ക് വേണ്ടി ഓടി നടന്ന മുൻഗാമികളായ ആളുകൾ അവരുടെയൊക്കെ അധ്വാനത്തിന് നീ പ്രതിഫലം നൽകണമേ പഠിച്ചോനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.